ആദ്യം തന്നെ ഞാൻ എല്ലാവരുടെ അടുത്ത് ക്ഷമ ചോദിക്കുകയാണ്. കാരണം വെച്ചാൽ കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു ഡ്യൂഡിയുടെ കുട്ടികളുടെ വീഡിയോ ഇട്. പക്ഷേ സമയത്തിൻ്റെ ഒരു പരിധി മൂലം എനിക്ക് വീഡിയോസ് ഇടാൻ ഭയങ്കരമായിട്ട് കുറഞ്ഞു. ഇതാണ് ഡ്യൂഡിയുടെ കുട്ടികൾ. പക്ഷേ ഇതിപ്പോൾ ഒരാഴ്ച മുന്നത്തെ വീഡിയോ ആണ് നിങ്ങൾ കാണാറുണ്ട്. ഇപ്പോൾ കുട്ടികളൊക്കെ വലുതായി ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കുട്ടികളാണ്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ എനിക്ക് പൂച്ചകളൊന്നും അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല. അതായത് ഞാനങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഫുഡൊക്കെ കൊടുക്കും അങ്ങനെയൊക്കെയാണ്. പക്ഷേ എനിക്ക് അത്രയും ഇതുപോലെ നോക്കി വളർത്തുക അല്ലെങ്കിൽ ഭക്ഷണം നന്നായി കൊടുക്കുക വല്ലപ്പോഴും കണ്ടു. പിന്നെ അത് മാത്രമല്ല എൻ്റെ കൂട്ടുകാരൊക്കെ പറയാറുണ്ട് അവരുടെ വീട്ടിലൊക്കെ പൂച്ച വരാണെങ്കിൽ കല്ലെറിഞ്ഞ് ഓടിക്കും. അങ്ങനെ ക്രൂര കൃത്യങ്ങൾ ചെയ്യുന്ന കുറച്ച് സുഹൃത്ത് എനിക്ക് എൻ്റെ ചെറുപ്പത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ കൂടുതൽ, അതായത് ഡ്യൂഡീനെ വന്നപ്പോൾ ഡ്യൂഡി നമ്മുടെ വീട്ടിലേക്ക് വന്നപ്പോൾ ഡ്യൂഡി ശരിക്കും പറഞ്ഞാൽ വേറെ വീട്ടിലത്തെ പൂച്ചയാട്ടോ, അത് വേറെ കാര്യം. ആ വീട്ടിലെ ഡ്യൂഡിയുടെ ശരിക്കുള്ള പേര് മിട്ടു എന്നാണ്. അങ്ങനെ ഞാനൊരു 2018-19 ആ സമയത്ത് ഡ്യൂഡി നമ്മുടെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ അതിനെ ഡ്യൂഡി എന്ന് വിളിച്ച് അങ്ങനെ വശീകരിച്ച് എൻ്റെ പെറ്റായിട്ട് ഡ്യൂഡിനെ മാറ്റാണ് ചെയ്തത്. അങ്ങനെ ഡ്യൂഡി നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഭയങ്കര എന്താ പറയുക വിശ്വാസവും ഒക്കെ ഉള്ള കാരണം ഇപ്പോൾ ഡ്യൂഡിയുടെ 4ാമത്തെ ട്രിപ്പ് കുട്ടികളെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഈ 3 കുട്ടികൾ. അപ്പോൾ ഓരോ വട്ടത്തെ കുട്ടികൾ ഉണ്ടാവുന്നത് പല കാടന്മാരിൽ നിന്നായിരുന്നു. അതായത് ഡ്യൂഡിക്ക് സ്ഥിരമായിട്ട് ഒരു ആളുണ്ടായിരുന്നില്ല. ഓരോ ട്രിപ്പിലും പുതിയ കാമുകന്മാരായിരുന്നു ഡ്യൂഡിക്ക്. അതില് ഈ വട്ടത്തെ കുട്ടികളെ എടുത്തു പറയേണ്ടതാണ്. ഇതാണ് ഗുണ്ട ബിനു. ഒരു പക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇൻസ്റ്റഗ്രാമിലൊക്കെ 1 മില്യൺ വ്യൂസ് കിട്ടിയ ഒരു വീഡിയോ ആണ് ഗുണ്ട ബിനു എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു വെള്ള കളറുള്ള പൂച്ച, ഇവരുടെ ഇടിയൊക്കെ നല്ല അത്യാവശ്യം ആൾക്കാർ കണ്ടു കാണും. നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. ഞാനിത് ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അവിടെ 1 മില്യൺ അടിച്ചത്. ഇവനാണ് ഗുണ്ട ബിനു കേട്ടോ. പക്ഷെ അതിന് പേരൊന്നും ഇട്ടിട്ടില്ല. പേരിടുന്ന വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. പേരിട്ട് ഞങ്ങൾ വീട്ടിൽ വിളിച്ച് തുടങ്ങിയിട്ടുണ്ട് പേരുകൾ. പക്ഷേ നിങ്ങൾക്ക് വല്ല പേരുകൾ സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. ഞാൻ എന്തായാലും 3 പേര് കണ്ടുവച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ ഞാൻ കണ്ടുവച്ച പേരല്ല, എൻ്റെ മമ്മി കണ്ടുവച്ചേക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും ലാസ്റ്റ് ഞാൻ വിചാരിച്ച പേര് തന്നെ ഇടുള്ളൂ. അത് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അതൊരു വെറൈറ്റി പേര് തന്നെയാണ് കേട്ടോ. നമ്മുടെ കീറിനെ അറിയണവർക്ക് അറിയാം. കീറിക്ക് അറിയണ കാരണമാണ് കീറി എന്ന് പേരിട്ടു. അതുപോലെ ഈ 3 പൂച്ചക്കുട്ടികൾക്കും ഓരോ സ്പെഷ്യാലിറ്റി ഉള്ള കാരണം ഞാൻ അവർക്ക് ഓരോ പേരുകളാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ പേരിടൽ വീഡിയോ ഞാൻ എന്തായാലും അത്ര ഗ്രാൻഡായിട്ട് ഞാൻ നടത്തണമെന്നില്ല, എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യണതായിരിക്കും. അപ്പോൾ ഇവരെ കാണാൻ നല്ല ഭംഗിയാട്ടോ, ഈ ഒരു കറുത്ത പൂച്ചക്കുട്ടീനെ കാണാൻ. ഇപ്പോൾ ഇവരൊക്കെ ഭയങ്കരമായിട്ട് ഇണങ്ങി. ആദ്യമൊക്കെ ഭയങ്കര തൊടാനൊക്കെ ഇങ്ങനെ പേടിച്ച് നിൽക്കണ പൂച്ചക്കുട്ടികളായിരുന്നു. നമ്മളിങ്ങനെ വരുമ്പോഴേക്കും ഇങ്ങനെ ചീറ്റി അങ്ങനെയൊക്കെ നിൽക്കാറ്. ഇപ്പോൾ നമ്മുടെ കാല് കാണുമ്പോഴേക്കും അവർ ഓടി വരും. നല്ല എന്താ പറയുക, ഗുണ്ടുമണികൾ ഓടി വരണ പോലെ. നമ്മുടെ ചില പോമറേനിയൻ പട്ടിക്കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ ചെറുത്, അതുപോലെ. കാരണം ഇവർക്ക് ഭയങ്കര മുടിയുള്ള കാരണം നമുക്ക് അങ്ങനെയാണ് തോന്നണത്. ഇപ്പോൾ കണ്ടില്ലേ, ഇവരിങ്ങനെ നടന്നു തുടങ്ങിയ കാലഘട്ടമാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ അവർ ഓടി ചാടി കളിച്ചു തുടങ്ങി. ഇപ്പോൾ ഇതേ നടന്നും കളിച്ചു തുടങ്ങി ആദ്യത്തെ കാൽ ചുവടുവെപ്പുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തൊക്കെ വിഷമങ്ങളോ അല്ലെങ്കിൽ സ്ട്രെസ്സോ അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് നമ്മൾ വീട്ടിലേക്ക് വരാണെങ്കിൽ ഇവരുടെയൊക്കെ ഒരു കളിയൊക്കെ കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വന്ന് ഇവരിങ്ങനെ എന്താ പറയുക കാലും ഇങ്ങനെ തോണ്ടലും അങ്ങനെയൊക്കെ വരുമ്പോൾ അത് ശരിക്കും ഒരു എന്തൊരു നല്ലൊരു തെറാപ്പി എന്ന് പറയുക, ഒരു മെഡിക്കൽ ഫീൽഡിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു സംഭവമാണെന്ന് തോന്നുന്നു. അതായത് സ്ട്രെസ് റിലീഫിന് പറ്റിയ ഒരു സംഭവങ്ങളാണ് ഈ പൂച്ചകൾ. കാരണം അവരെ കളികൾ കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളും നമ്മുടെ എന്തൊക്കെ കാര്യങ്ങളോ നമുക്ക് എന്തൊക്കെ ടെൻഷനും കാര്യങ്ങളും അതൊക്കെ മാറി പോകട്ടെ. ഇപ്പോൾ ഞാൻ പറയുന്നത് കറക്റ്റാണെന്ന് നിങ്ങൾക്ക് അറിയുന്നെങ്കിൽ നിങ്ങൾ അതൊന്ന് കമൻറ്റ് ചെയ്യണം. കാരണം ഇവരെ കാണുമ്പോൾ അല്ലെങ്കിൽ ഇവരുടെ സ്നേഹം, അതിപ്പോൾ പൂച്ചയാവണമെന്നില്ല, ഏതൊരു മൃഗമായാലും നമ്മൾ അവരുടെ അടുത്ത് നന്നായി പരിപാലിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്കൊരു പോസിറ്റീവ് വൈബ് തന്നെ നമുക്ക് ഉണ്ടാവും. ഇപ്പോൾ ഇവരെ കാണുമ്പോൾ നോക്കി എന്ത് രസമാണെന്നറിയൂ. ഈ 3 ത്രിമൂർത്തികളെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യം, എന്നോട് കുറേ പേര് ഇതുപോലെ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ യൂട്യൂബിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓരോ പൂച്ചക്കുട്ടികളെ തരുമോ. ഇതിപ്പോൾ 5 അപ്പം കൊണ്ട് 5000 പേർക്ക് കൊടുത്ത പോലെ 3 പൂച്ചക്കുട്ടികളെ എനിക്ക് എത്ര പേർക്ക് കൊടുക്കാൻ പറ്റും? അപ്പോൾ എനിക്കാണെങ്കിൽ കൊടുക്കാനും ഭയങ്കര ഒരു താല്പര്യക്കുറവാണ്. കാരണം വെച്ചാൽ നമ്മളിങ്ങനെ വളർത്തിയിട്ട് നമ്മളിങ്ങനെ കൊടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു വിഷമകരമല്ല. പക്ഷെ എന്നിരുന്നാൽ എനിക്ക് ഇവരെ 3 പേരെയും വളർത്താനും പറ്റില്ല, അങ്ങനത്തെ ഒരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ അത് കാരണം എന്തായാലും കൊടുത്തേ പറ്റൂ. പക്ഷെ അതൊരു വിഷമകരമായിട്ടുള്ളൊരു സംഭവമാണ് ഇങ്ങനെ കൊടുക്കണമെന്നുള്ള കാര്യങ്ങൾ. നമ്മുടെ അടുത്ത് ഇങ്ങനെ ഇത്ര ഇണങ്ങിയും അതുപോലെ ഇവനെനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു വൈറ്റ് കളറ്, വാല് മാത്രം ബ്ലാക്ക് പോലത്തെ ഒരു ഇതാണ്. പറഞ്ഞ ഡ്യൂഡിനെ പോലെ തന്നെയുള്ള ഒരു പൂച്ച. പിന്നെ ഡ്യൂഡിയുടെ ഇപ്പോഴത്തെ കാമുകനായിട്ടുള്ള മിക്സാണ് 3ാമത്തെ കുട്ടി ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പേരുകൾ വല്ല ഇതുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.